ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾ സാധനം മേടിക്കുമ്പോൾ അഷ്വേർഡ് എന്ന് പറഞ്ഞൊരു ഒരു ഒരു ബാഡ്ജ് കണ്ടിട്ടുണ്ടോ അവിടെ? ആമസോണിൽ നിങ്ങൾ സാധനം മേടിക്കുമ്പോൾ പ്രൈം എന്ന് പറഞ്ഞൊരു ബാഡ്ജ് കണ്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ മീഷോയും അവരുടെ സപ്ലയേഴ്സിന് കൊടുക്കുന്ന ഒരു ബാഡ്ജാണ് എം ട്രസ്റ്റഡ് ബാഡ്സ്. എം ട്രസ്റ്റഡ് ബാഡ്സ്. ഇത് എങ്ങനെയാണ് കിട്ടുക എന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കിട്ടിക്കഴിഞ്ഞാലുള്ള ഉപകാരം എന്ന് വെച്ചാൽ നമ്മുടെ സെയില് ഒരുപാട് ടൈംസ് കൂടാൻ സാധ്യതയുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കസ്റ്റമർ, ഈ എം ട്രസ്റ്റഡ് ബാഡ്ജ് കാണുന്ന കസ്റ്റമർ എന്തായാലും അവർക്ക് നമ്മളെ കയ്യിൽ നിന്ന് മേടിക്കാനുള്ള ഒരു കോൺഫിഡന്റ് ഉണ്ടാവും. കാരണം നമ്മൾ നല്ലൊരു സപ്ലയർ, നല്ലൊരു ക്വാളിറ്റിയുള്ള സപ്ലയർ ആയത് കൊണ്ടാണ് മീഷോ നമുക്ക് ഈ ഒരു ബാഡ്ജ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് സെയിലിൽ ഒരുപാട് ഇൻക്രീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ വേറൊരു കാര്യം, മീഷോയുടെ അൽഗോരിതം പ്രവർത്തിക്കുന്നത് ഈ ഒരു കണ്ടീഷനിലാണ്, ഈ ഒരു ടേംസിലാണ്. അതായത് എം ട്രസ്റ്റഡ് ബാഡ്ജ് ഉള്ള ഒരു സപ്ലയറുടെ പ്രൊഡക്റ്റ് എപ്പോഴും മീഷോ ലിസ്റ്റ് ചെയ്യുമ്പോൾ അത് ടോപ്പ് ലെവലിൽ കാണിക്കും. ഒരു കസ്റ്റമർ അവരുടെ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ എം ട്രസ്റ്റഡ് ഉള്ള ആ പ്രൊഡക്റ്റ് എം ട്രസ്റ്റഡ് സപ്ലയറിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ആദ്യം മീഷോ കസ്റ്റമർ കാണിച്ചു കൊടുക്കുക, എന്നിട്ടായിരിക്കും ബാക്കിയുള്ള ഐറ്റംസ് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഏതൊരു കസ്റ്റമർ നമ്മളെ സൈറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എം ട്രസ്റ്റഡ് ബാഡ്ജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ആ ഒരു പ്രൊഡക്റ്റ് കസ്റ്റമർ പെട്ടെന്ന് കാണാനും മേടിക്കാനുള്ള സാധ്യത ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും ഒരുപാട് കൂടുതലാണ്. എങ്ങനെയാണ് നമുക്ക് ഈ എം ട്രസ്റ്റഡ് ബാഡ്ജ് കിട്ടുക? ഇതിനൊരു ടിക്കറ്റ് റേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഇമെയിൽ അയക്കാനോ ഒന്നുമില്ല. ഇത് നമുക്ക് അങ്ങനെ പണം കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന ഒരു സംഭവമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു പ്രത്യേക കാലയളവ് ഇതിൽ ഇരുന്നത് കൊണ്ട് കിട്ടുന്നതോ അല്ല. നമ്മൾ ആക്റ്റീവ് ആയിട്ട് ഇതിൽ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എം ട്രസ്റ്റഡ് ബാഡ്ജ് കിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് എം ട്രസ്റ്റഡ് ബാഡ്ജ് നമുക്ക് കിട്ടുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് അതിൽ 2 ക്രൈറ്റീരിയ ആണുള്ളത്. ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ 300 ഓർഡർ ഒരു മാസം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. 300 ഓർഡർ ഒരു മാസം നമ്മളെത്തുന്ന ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ടാവണം. ജസ്റ്റ് ഓർഡർ ക്യാൻസൽ ആയ ഓർഡർ കൂടാതെ തന്നെ 300 ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. അത് കൂടാതെ 3.9 റിവ്യൂസ് നമുക്ക് ആസ് എ സപ്ലയർ നമുക്ക് 3.9 റിവ്യൂസ് കിട്ടിയിട്ടും ഉണ്ടാവണം. ഇങ്ങനത്തെ ഈ 2 ക്രൈറ്റീരിയ ഒരുമിച്ച് വരുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി നമ്മൾ ആസ് എ സപ്ലയർ നമ്മൾ എം ട്രസ്റ്റഡ് ബാഡ്ജിലുടെ കാറ്റഗറിയിലേക്ക് മാറ്റപ്പെടുന്നത്. ഇനിയിപ്പോ ഈ മാസം കിട്ടി, അടുത്ത മാസം നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഈ എം ട്രസ്റ്റഡ് ബാഡ്ജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത മാസം നിങ്ങൾക്ക് 300 അല്ല 400 ഓർഡർ കിട്ടാൻ സാധ്യത ഉണ്ട്. ഈ ഒരു 300 ഓർഡർ കിട്ടാനേ ഉള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എം ട്രസ്റ്റഡ് ബാഡ്ജ് നിങ്ങൾക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് തന്നെ ഒരുപാട് ഓർഡർ നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് ഈ മാസം 300 ഓർഡർ കിട്ടി 3.9 റേറ്റിംഗ് ഉണ്ട്, പക്ഷെ നിങ്ങൾ അടുത്ത മാസം സെയിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കുറവായത് കൊണ്ട് തന്നെ സപ്ലയേഴ്സ് അല്ല കസ്റ്റമേഴ്സ് നിങ്ങളുടെ റേറ്റിംഗ് കുറച്ച് കഴിഞ്ഞാലും എം ട്രസ്റ്റഡ് ബാഡ്ജ് പോകും. അതല്ല 300 ഓർഡറിൽ കുറവ് വന്നാലും അടുത്ത മാസം മുതൽ എം ട്രസ്റ്റഡ് ബാഡ്ജ് ഉണ്ടാവൂല. അപ്പോൾ 2 ക്രൈറ്റീരിയ ആണ് ഇതിലുള്ളത്. ഒന്ന് 300+ ഓർഡർ, അനദർ വൺ 3.9 പ്ലസ് റിവ്യൂ എവറി മന്ത്, എല്ലാ മാസവും കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എന്തായാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കോമേഴ്സ് ആണ്, റിവ്യൂസ്, കമന്റ്സ് ഇത് രണ്ടും നമ്മുടെ ബിസിനസ്സിനെ ഒരുപാട് ബാധിക്കും എന്നുള്ള കാര്യം എല്ലാവരും മൈൻഡിൽ വെക്കുക. നല്ല രീതിയിൽ നല്ല പ്രൊഡക്റ്റുമായി ബിസിനസ്സിലോട്ട് ഇറങ്ങുക. നല്ല രീതിയിൽ എല്ലാവർക്കും ഒരു വിജയം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ വീണ്ടും കാണാം മറ്റൊരു സബ്ജക്റ്റുമായി. ബൈ.